ഇപ്പോൾ കൊച്ചിയിലെ നോമ്പ് വിശേഷങ്ങളുമായി പെരുന്നാൾ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം തിയോഫിൻ കൂടി ചേരുകയാണ്. തിയോഫിൻ, ഞങ്ങൾ തിരുവനന്തപുരത്തെ പെരുന്നാൾ കാഴ്ചകൾ കണ്ടാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ എവിടെയാണ് തിയോഫിൻ നിൽക്കുന്നത്? എങ്ങനെയാണ് ഈദ്ഗാഹുകളും പ്രാർത്ഥനകളും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? മനു, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ ഗ്രേറ്റർ കൊച്ചി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മറൈൻ ഡ്രൈവിലെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ 7:15 സമയം. ഈദ്ഗാഹ് പെരുന്നാൾ നിസ്കാരത്തിന് തുടക്കമായി കഴിഞ്ഞു. കൃത്യം 7:15 നിസ്കാരം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. 7:15 പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ കലൂർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടക്കുന്നുണ്ട്, പെരുന്നാൾ നിസ്കാരം നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട്, അവിടെ KNM ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടക്കുന്നു. ഈ മറൈൻ ഡ്രൈവിലെ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് സദറുദ്ദീൻ വാഴക്കാടാണ്. ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. കലൂർ സ്റ്റേഡിയത്ത് ഇതേ സമയം തന്നെ 7:15 തന്നെയാണ് സമയം. സുബൈർ പീഡിയേക്കൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകും. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹിന് 7:20 സമയം. ഹാഫിൽ ഷെരീഫ് മൗലവി നേതൃത്വം നൽകും. പള്ളുരുത്തി ഓപ്പൺ എയർ ഗ്രൗണ്ടിൽ അബ്ദുൽ ഖാരി ബുസ്താനി നേതൃത്വം നൽകും. അത് 7:30 സമയം. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരമുണ്ട്. പ്രധാന പള്ളി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദാണ്. അർഷാദ് ബദരി നേതൃത്വം നൽകും. 8 മണിക്കാണ് സെൻട്രൽ ജുമാ മസ്ജിദിലെ നിസ്കാരം. കലൂർ ജുമാ മസ്ജിദിൽ 8:15 നിസ്കാര സമയം. സയ്യിദ് സൊലാഹുദ്ദീൻ ബുഖാരി നേതൃത്വം നൽകും. കലൂർ ഹൈവേ ജുമാ മസ്ജിദിൽ അബ്ദുൾ സമദ് ഫൈസി 8 മണിക്കാണ് നിസ്കാരം. കലൂർ സെൻട്രൽ ജുമാ മസ്ജിദിൽ 8 മണിക്കാണ് നിസ്കാരം നടക്കുക, പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുക. അബ്ദുൾ റഹീം അസ്കനി നേതൃത്വം നൽകും. മട്ടാഞ്ചേരി അൻസാർ മസ്ജിദിൽ 8 മണിയാണ് സമയം. സത്താർ മൗലവി നേതൃത്വം നൽകും. എല്ലാ പള്ളികളിലും ഈദ് നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ സ്ഥലങ്ങളിലെല്ലാം ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ നടക്കുന്നുണ്ട്. മറ്റ് ജില്ലകളായ തൃശ്ശൂരിൽ ഒളരി പള്ളി, കൊക്കാലെ പള്ളി, ചെട്ടിയങ്ങാടി ഹനഫി മസ്ജിദ് ഇവിടെയെല്ലാം 8 മണിക്കും, ചെട്ടിയങ്ങാടിയിൽ 8 മണിക്കും, അതോടൊപ്പം ഒളരി കൊക്കാലെ പള്ളികളിൽ 8:30ക്കുമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തൃശ്ശൂർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. ഈദ്ഗാഹിന് ജാതിമത ഭേദമന്യേ എല്ലാവരും സംയുക്ത കമ്മിറ്റിയുടേതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. തൃശ്ശൂർ മേയർ MK വർഗീസ് പങ്കെടുക്കും. MLA പി ബാലചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശ്ശൂർ അതിരൂപത സഹായമേത്രന്മാർ ടോണി നീലങ്കാവിൽ, തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും. ഇടുക്കിയിൽ തൊടുപുഴ മങ്ങാട്ടുകോല സംയുക്ത ഈദ്ഗാഹിന് 7:30 സമയം. ഹുസൈൻ സൊലാഹി നേതൃത്വം നൽകും. തൊടുപുഴ കുമ്പങ്കല്ല് BTM LP സ്കൂളിലെ ഈദ്ഗാഹിന് 7 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ജമാൽ കൗസരി നേതൃത്വം നൽകും. കുമളി സലഫി മസ്ജിദ് ഗ്രൗണ്ടിൽ 8 മണിക്കാണ് സമയം. അസീസ് മൗലവി ആലപ്ര നേതൃത്വം നൽകും. അടിമാലി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 7:45 സമയം. മുഹമ്മദ് മൻസൂർ മൗലവി നേതൃത്വം നൽകും. കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, കാഞ്ഞിരപ്പള്ളി, നൈനാർപ്പള്ളി അങ്കണം തുടങ്ങിയ പള്ളികളിലാണ് പെരുന്നാൾ നമസ്കാരവും. വിവിധയിടങ്ങളിൽ ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലെ ഈദ്ഗാഹിലുള്ള ഈ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും നിറയെ ആളുകൾ എത്തിയിട്ടുണ്ട്. 2 രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഒരു വശത്തും സ്ത്രീകൾക്ക് മറ്റൊരു വശത്തും നിസ്കാരത്തിനുള്ള സംവിധാനം ഈ മറൈൻ ഡ്രൈവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് അധികം അകലെയല്ലാതെയാണ് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ്. അവിടെ 8 മണിയോടുകൂടി പെരുന്നാൾ നമസ്കാരം നടക്കും. ഇങ്ങനെയാണ് കൊച്ചിയിലെ ക്രമീകരണങ്ങൾ. സമീപ ജില്ലകളിലും എല്ലായിടത്തും വളരെ കൃത്യമായി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വേഗം തന്നെ ഇന്നലെ രാത്രി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ നിസ്കാരത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി രാവിലെ തന്നെ ആളുകൾ എത്തുകയും ചെയ്തു. ഇപ്പോൾ മറൈൻ ഡ്രൈവിലും കലൂരിലും 7:15 നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിലെ പള്ളികളിലെല്ലാം 8 മണിയോടുകൂടിയാണ്, 8 മണി 8:15 സമയം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് കൊച്ചിയിലെ ക്രമീകരണങ്ങൾ. മനോ, തീർച്ചയായും ഞാൻ ആ വാർത്തയുടെ തിരക്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി തിയോഫിൻ. ഏറ്റവും നല്ലൊരു പെരുന്നാൾ ആശംസ പറയുകയാണ്. ഏറ്റവും നല്ലൊരു പെരുന്നാൾ കാലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നോമ്പ് തുറകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിരുന്നോ? ഇത്തവണത്തെ പെരുന്നാൾ കാലം എങ്ങനെയുണ്ടായിരുന്നു? മനു, വളരെ നല്ല രീതിയിൽ തന്നെ, അതായത് വളരെ ചിട്ടയോടുകൂടി തന്നെ എല്ലാവരും ഒരു മാസത്തെ നീണ്ട നോമ്പ് കാലത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ്
ഈ പെരുന്നാളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആ ഒരു വ്രതശുദ്ധിയോടുകൂടി ഇന്നിപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം വിശ്വാസികളെല്ലാം. കൊച്ചിയിൽ തന്നെ മിക്കയിടങ്ങളിലും പെരുന്നാൾ നോമ്പുതുറ നമസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നിരവധി പെരുന്നാൾ നോമ്പ് തുറകൾ നടന്നു. ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്നുകളിൽ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രമുഖർ അല്ലാതെയും ഇത്തരത്തിലുള്ള ഈ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയ ഒരു ഒരുക്കം. പക്ഷേ നമുക്കറിയാം, കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് പ്രയാസങ്ങളും ഈ വർഷം നമ്മൾ തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുഃഖകരമായ വാർത്തകൾ കേട്ട ഒരു വർഷം കൂടിയാണ്. അതിനിടയിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകുന്നതിനും സമാധാനം ഉണ്ടാകുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു വലിയ, അതായത് നാടിൻ്റെ ഒരു വലിയ മാറ്റത്തിന് കൂടി വേണ്ടിയാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ വലിയൊരു സമൂഹം ഈ പെരുന്നാളിനെ വരവേൽക്കുന്നത്. എന്തായാലും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ഇപ്പോൾ ആ വ്രതശുദ്ധിയുടെ നിറവിൽ ഇന്നിപ്പോൾ ചെറിയ പെരുന്നാളിലേക്ക് എല്ലാവരും കടന്നിരിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തോടുകൂടി എല്ലാവരും നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം പെരുന്നാൾ ആശംസകൾ നേരുകയും പരസ്പരം ആലിംഗനം ചെയ്ത് പെരുന്നാൾ സന്ദേശം കൈമാറുകയും ചെയ്യും. ഈ ആദ്യ തുടക്കത്തിലുള്ള പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ സന്ദേശം നൽകും. മൗലവിമാരും അതോടൊപ്പം പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരുമൊക്കെ പലയിടങ്ങളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ സന്ദേശം നൽകുന്നുണ്ട്. ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ പോകുന്നത്. എന്തായാലും എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കൊച്ചിയിൽ ഈ 7:15 ഈദ്ഗാഹുകളിലെല്ലാം നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു. 8 മണിയോടുകൂടി പള്ളികളിലെ നിസ്കാരം ആരംഭിക്കും, പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. മനോ, ശരി, ഏതായാലും ഞാൻ അല്പസമയത്തിനകം തന്നെ തിരികെ വരാം തിയോഫിൻ. കാരണം നമുക്ക് ഈ പെരുന്നാൾ നിസ്കാരങ്ങളുടെ അല്ലെങ്കിൽ നമസ്കാര ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശമെന്ന് പറയുന്നത് പെരുന്നാൾ സന്ദേശമുണ്ടാകും. പെരുന്നാൾ സന്ദേശങ്ങളിൽ നിലവിലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സന്ദേശം നൽകുന്ന പണ്ഡിതന്മാർ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് VP സുഹൈബ് മൗലവിയൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയൊക്കെ പെരുന്നാൾ സന്ദേശങ്ങളിൽ പറഞ്ഞു വെക്കാറുണ്ട്. ഏറ്റവും നല്ല ഭാഷയിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടി പോകണം. ഏതായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സമൂഹ നോമ്പുതുറകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള അത്തരത്തിലുള്ള വിരുന്നുകളൊക്കെ നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, നമുക്ക് വടക്കേ ഇന്ത്യയിലോ മറ്റോ അത്തരത്തിലൊരു കാഴ്ച ചിന്തിക്കാൻ പോലും പറ്റുമോ? എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ഈദ് വിരുന്ന്, അതല്ലെങ്കിൽ നോമ്പുതുറ ചടങ്ങുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഇടങ്ങളിൽ നമുക്കതൊരു പതിവ് കാഴ്ചയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു തുരുത്ത് തന്നെയാണ്. ആ തുരുത്തിൻ്റെ കരുത്ത് നമുക്ക് ഓരോ തവണയും കൂട്ടിയെടുക്കണം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളൂ.